സാറേ, ഇപ്പം പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ ഭൂചലനത്തിന് സമാനമായ ഒരു ചലനങ്ങളൊക്കെ അവിടുത്തെ ജനതയ്ക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ചിലർക്ക് അതൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ സംശയിക്കേണ്ടതായ എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ? അങ്ങനെ സംശയിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. ശനിയാഴ്ച രാത്രി ഒരു ഭൂകമ്പം, അതായത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി, മിതമായത്, വലിയ തോതിലുള്ളതല്ല. അപ്പോൾ അത് രാത്രി, ശനിയാഴ്ച രാത്രിയായിരുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ മറ്റേ ഇറാൻ ഒരു അണുവിസ്ഫോടനം നടത്തിയതാണോ എന്ന് സംശയമുണ്ട്. പരീക്ഷിച്ചതാണോ? കാരണം ഇറാൻ ഒരു ആണവശക്തി ആകരുത് എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ വലിയ നിർബന്ധമാണ്. പല കേന്ദ്രങ്ങളും, സിറിയയിൽ പോലും ഇറാനിൽ പോയി ആക്രമിച്ച് 2-3 തവണ തകർത്തിട്ടുണ്ട് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. സിറിയയിൽ പിന്നെ പണിയാൻ തുടങ്ങി ഇറാൻ. സ്വന്തം നാട്ടിലാണല്ലോ, ഈ രാജ്യത്താണല്ലോ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇസ്രയേൽ തകർക്കുകയുണ്ടായി. അപ്പോൾ ഈ അമേരിക്ക പറഞ്ഞിരുന്നു 1 മാസം മുമ്പ്, ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഇവർക്ക് അത്യാവശ്യം ബോംബ് ഉണ്ടാക്കാനുള്ള, യുറേനിയം ഈ സമ്പുഷ്ടമാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ട്. ഒരു 8 ബോംബൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന വിധത്തിൽ അവർക്ക് സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റേ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ അവിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ശനിയാഴ്ച അവിടെ അനുഭവപ്പെട്ട ഭൂകമ്പം പ്രകൃതി വഴി ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പ്രകൃതിയാലുള്ളതല്ല, അണുവിസ്ഫോടനമാണെന്നുള്ള സംശയമാണിപ്പോൾ ആഗോളതലത്തിൽ നിൽക്കുന്നത്. ഇത് ഇസ്രയേലിലും ചെറിയ തോതിൽ, പക്ഷെ ഇത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ല. ഇസ്രയേലിലും ഭൂചലനം പോലെ അനുഭവപ്പെട്ടു ഇത്. അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയോ, ആണവ പരീക്ഷണം നടത്തി കഴിഞ്ഞോ എന്ന് സംശയമുണ്ട്. ഇത് ഇറാനിലെ സെംനാൻ എന്ന് പറഞ്ഞ പ്രവിശ്യ, സെംനാൻ, ആ പ്രവിശ്യയിലെ അരധാൻ എന്ന് പറഞ്ഞ നഗരത്തിൽ ആണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. അതായത് മൊത്തത്തിലല്ല, ഒരു പ്രദേശത്താണ്, ഒരു മേഖലയിലാണ്. അതാണ് സംശയം കൂട്ടിയത്. ഇത് റിക്ടർ സ്കെയിലിൽ 4.5 ആയിരുന്നു. അതാണ് മിതമായത് എന്ന് പറയുന്നത്. മറ്റേത് തീവ്രത കൂടുമല്ലോ. ഇത് തീവ്രത മിതമായ തീവ്രതയിലുള്ളതായിരുന്നു. രാത്രി 10:45 അവിടുത്തെ സമയം, ശനിയാഴ്ച രാത്രി 10:45 അതിൻ്റെ എപ്പി സെൻറ്റർ അതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അടിയിലായിരുന്നു. പ്രഭവ കേന്ദ്രം വളരെ താഴ്ചയിലല്ല. അതാണ് സംശയം ഉളവാക്കുന്ന വേറൊരു കാര്യം. 10 കിലോമീറ്റർ താഴെ പ്രഭവ കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ ഒരു അണുവിസ്ഫോടനം അങ്ങനെ നടന്നിട്ടുണ്ടായതാകാം എന്നുള്ള സംശയമൊക്കെ അത് വളർന്നു. അതായത് പ്രഭവ കേന്ദ്രം എപ്പോഴും വളരെ താഴെയൊക്കെ ആയിരിക്കുമല്ലോ, പ്രകൃതിയാലുള്ളതാണെങ്കിൽ. ഇത് പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് താഴെ. ഇത് ടെഹ്റാൻ തലസ്ഥാനം, ഈ പറഞ്ഞ അരധാൻ എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് 110 കിലോമീറ്റർ ഉണ്ട് ടെഹ്റാന്, ഇറാന്റെ തലസ്ഥാനത്തിന്. പക്ഷെ അവിടെയും ഈ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു, പ്രകമ്പനങ്ങൾ എന്ന് പറയുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് US ജിയോളജിക്കൽ സർവേ ആണ്, അമേരിക്കയുടെ ജിയോളജിക്കൽ സർവേ. അമേരിക്കയ്ക്ക് ഇതിനെപ്പറ്റിയൊരു വ്യക്തമായ ബോധം ഉണ്ടാവും. ഈ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇവിടുത്തെ ഈ പ്രകമ്പനങ്ങൾക്ക് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇസ്രയേലിൽ ചെറിയ ഭൂചലനം ഉണ്ടായത്. അത് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മിക് സെൻറ്റർ, അവരുടെ EMSC, അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 12 മണിക്ക്, മറ്റേത് 10:45, ഇത് 11:00. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത വളരെ കുറവായിരുന്നു. അപ്പോൾ 2 കൂട്ടരും 2 രാജ്യങ്ങളും സംഘർഷത്തിലായിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് ആണവ പരിശോധനയില്ലേ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് എർത്ത്ക്വേക്കല്ല എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 10 കിലോമീറ്റർ മാത്രമാണ് എന്നുള്ളതൊരു കാരണം.
ഇൻറ്റൻസിറ്റി വളരെ കൂടുതലല്ല എന്നുള്ളതൊരു കാരണം. അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ വരുന്നത്. ഇപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മിസൈലൊക്കെ അയച്ചിട്ട് മറ്റേ ഇന്നിപ്പോൾ 7-ാം തീയതി, പക്ഷേ 7-ാം തീയതി പ്രതീക്ഷിച്ച, പക്ഷേ 7-ാം തീയതിക്ക് ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇനിയും മണിക്കൂറുകൾ ധാരാളം ഉണ്ട്. അതെ അതെ. അതുകൊണ്ട് സാർ, അതുപോലെ തന്നെ ഈ അയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം ഈ പുറത്തേക്ക് വന്ന് ഒരു പള്ളിയിൽ പോയി ഒരു വീഡിയോ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കയ്യിലൊരു തോക്ക് പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പം കൃത്യമായ ഒരു സന്ദേശം പറയാം, ഞങ്ങളുടെ കയ്യിൽ ചിലതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ ഇത്തരം ഒരു സന്ദേശം നൽകുന്നത്. മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളും നമുക്കൊപ്പം നിൽക്കണമെന്നും നമ്മുടെ പൊതുശത്രു ഇസ്രായേലാണെന്നും പറയുന്നുണ്ട്. അപ്പം ഒരു അമിതമായ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ ചിലപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലാ തോക്കുണ്ടായിരുന്നു, റഷ്യൻ നിർമ്മിത തോക്കാണ്, ഒരു ബാരൽ ഇങ്ങനെ കാണിക്കുന്നല്ലേ, റഷ്യൻ നിർമ്മിതമാണ്. അപ്പോൾ പക്ഷെ മറ്റേ കൈ തളർച്ച ബാധിച്ചതാണ് ആണല്ലേ. മുമ്പ് അദ്ദേഹം ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാക്രമണം ഉണ്ടായിട്ട് കുറക്കാലം ആശുപത്രി കിടന്നു. ആ സമയത്തും ആ കൈക്ക് തളർച്ച ഉണ്ടായതാണ്. ഞാനത് നോക്കിയിരുന്നു ഏത് കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന്. അത് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു പിടിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ ഒന്നും ഇറാൻ്റെ കൂടെ ഒന്നും അങ്ങനെ നിൽക്കാനൊന്നും പോകുന്നില്ല. പരസ്യമായിട്ട് മറ്റേ റഷ്യ രംഗത്ത് വരാനുള്ള സാധ്യതയും. പിന്നെ സിനുജി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലതും ഇത് ഞങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ട് എന്നുള്ള ആ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രഹസ്യമായി പല യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ സഹായം കൊടുത്തിട്ട് ഇവർ ഏതാണ്ട് 60%, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു, 60% എൻറിച്ച്ഡ് യുറേനിയം, 3 ആണവ ബോംബ് ഉണ്ടാക്കാനുള്ളത് മാത്രം എൻറിച്ച്മെന്റ് 60%. അതായത് യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്. ഒരു 2 മാസം മുമ്പും അമേരിക്കൻ വിദഗ്ധന്മാർ പറഞ്ഞിരുന്നു ഇവർക്ക് ഒരു 10-15 ദിവസത്തെ നോട്ടീസിൽ. ഇപ്പം നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ആക്രമിച്ച് എത്രയോ മാസത്തെ നോട്ടീസ് ആയതാണല്ലോ. അപ്പം ഇത്രയും ബോംബൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള സമയം ഇറാന് കിട്ടിയിട്ടുണ്ട്. മുമ്പ് പല നഗരങ്ങളിലും ഒക്കെ മൊസാദ് ആക്രമണമൊക്കെ നടത്തി പല കേന്ദ്രങ്ങളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഇവര് ഇറാൻകാരെ തന്നെ ഉപയോഗിച്ചിട്ട് അവിടെ 2 ടെഹ്റാനടുത്ത് ഷദാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ മൊസാദ് ഇറാൻകാരെ തന്നെ ഉപയോഗിച്ച് നശിപ്പിച്ചതായിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ മറ്റേ സംഗതി ബോംബ് ഉണ്ടായിരിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഈ അമേരിക്കയൊക്കെ സംശയിച്ചിരുന്നത് പോലെ പിന്നെ അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആണവ സ്ഫോടനം അവർ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വിസ്ഫോടനം നടത്തി നോക്കണമല്ലോ കയ്യിലുണ്ടെങ്കിൽ. അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ സംശയം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോൺ കഴിഞ്ഞ ദിവസമേ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്, അതായത് ഈ അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു ഉപരോധം വേണം. അതൊക്കെ ഒരു ഇസ്രയേലിന് എതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടായിട്ട് നമുക്ക് കൂട്ടി വായിക്കാവോ? അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. കാരണം ഫ്രാൻസ് മറ്റേ നാറ്റോ ആ കൂട്ടുകെട്ടിലൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ലോകരാജ്യങ്ങൾ മറ്റേ അവരെ ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുത് എന്നുള്ള ഇതാണ്. അത് പിന്നെ അന്തസ്സില്ലായ്മയാണ്. ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നു. അന്തസ്സില്ലായ്മയാണ് ഈ മാക്രോൺ പ്രകടിപ്പിച്ചത്. ആ പ്രസംഗം ഞാൻ ഇന്നും കണ്ടിരുന്നു. ഡിസ്ഗ്രേസ്ഫുൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. നെതന്യാഹു ഇംഗ്ലീഷിലാണ് അത് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ ഇറാൻ ഈ ഇത്തരം സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ പലപ്പോഴും ഈ ഫ്രാൻസിൻ്റെയൊക്കെ സഹായമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിലും പലപ്പോഴും ഫ്രാൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അവർ ഈ ആണവ
സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആണ്. അത് ഈ കമ്പോണൻസ് ആണല്ലോ, ഘടകങ്ങൾ. അതെ. പല ഘടകങ്ങൾ പല സ്ഥലത്തു നിന്ന് ഒക്കെ കിട്ടുകയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് അങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ ഇറാൻ്റെ ആണവ പദ്ധതി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പല ഘടകങ്ങളൊക്കെ ആയിട്ട് സ്മഗിൾ ചെയ്തൊക്കെ കൊണ്ടുവരുമല്ലോ. കുറേ റഷ്യൻ സഹായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇപ്പോൾ ഫ്രാൻസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലേ ഈ അറബ് രാജ്യങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല. അതായത് നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ പൊതുശത്രു ഇസ്രായേലാണെന്ന് പറഞ്ഞിട്ടും UAEയോ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈജിപ്റ്റോ ഒന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഒപ്പമാണ് എന്നൊരു പരോക്ഷമായ സൂചന അവർക്ക് കൊടുക്കുക. അതാ ഇസ്രായേലിൻ്റെ കൂടെ ആകാനുള്ള ഉടമ്പടി ഒപ്പുവെക്കാനായിട്ട് 10-15 ദിവസം മാത്രം ഉള്ളപ്പോഴാണ് ഹമാസിൻ്റെ ആക്രമണം നടന്നത്. അത് ഇറാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഹമാസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിയുമായിട്ട് ഒരു സഹകരണ കരാർ കച്ചവടത്തിനുമൊക്കെ ഉള്ളത് അത് ഒപ്പിടാനിരിക്കുകയായിരുന്നു ഇസ്രായേൽ. അത് ഒരുപാട് കാലത്തെ നെഗോഷിയേഷൻ കഴിഞ്ഞിട്ട് ഒപ്പിടാനിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ ഖത്തർ മാത്രമാണ് ഇടം തടിച്ച് നിൽക്കുന്നത്. കാരണം ഖത്തറിൽ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു ഖത്തറിലെ എമീർ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയൊക്കെ വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് വലിയ സഹായമുണ്ട്. ഇപ്പോൾ ഈ ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ ഒളിപ്പിക്കുന്നതൊക്കെ ഖത്തറിലാണ്. പിന്നെ അൽ ജസീറ ചാനൽ ഖത്തറാണ് നടത്തുന്നത്. പക്ഷെ ഖത്തറിന്റെ സുരക്ഷ അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഖത്തറിൻ്റെതായ ഒരു വലിയ സേനയോ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ അമേരിക്ക വേണം ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഖത്തർ ഇങ്ങനെ വരുത്തുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടട്ടോ എന്ന് വരുത്തുന്നത് പോലെ കണക്കാക്കേണ്ടതുള്ളൂ. വേറെ GCC രാജ്യങ്ങളോ ഒന്നും. അതെന്താന്ന് വെച്ചാൽ ഷിയ രാജ്യമാണ് ഖത്തർ, ഇറാൻ, ബാക്കിയൊക്കെ സുന്നിയ. അപ്പൊ അത് ഷിയ രാജ്യമായതുകൊണ്ട് ഈ ഷിയ സുന്നി തർക്കം ഇസ്ലാമിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയുന്ന തർക്കമല്ല. പ്രവാചകന്റെ അനന്തര തലമുറകൾ തമ്മിലുള്ള തർക്കമാണ്. പ്രവാചകന്റെ ഗ്രാൻഡ് സൺ, കൊച്ചുമകനും ഒക്കെ കൊല്ലപ്പെടുകയായിരുന്നു. ആദ്യത്തെ 4 ഉത്തമൻ, ഉമർ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 4 ഖലീഫമാരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഈ ഹിംസ എന്ന് പറയുന്നത് ആ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സംഭവമാണ്. അപ്പോൾ സുന്നി ഷിയ എന്ന് പറയുന്നത് ഇപ്പോൾ അലിയുടെ ഇമാം അലി ആ പാരമ്പര്യത്തിൽപ്പെടുന്നതാണ് ഈ ഷിയാകൾ എന്ന് പറയുന്നത്. അലിയുടെ പേരിലുള്ള പള്ളിയും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു കച്ചവടത്തിനും സുന്നികൾ ഉണ്ടാവില്ല. ഇറാനെ സഹായിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അവര് സൗദി ഈ ടെലിവിഷൻ പരമ്പരകളൊക്കെ ഇല്ലേ, ഈ ഇവിടുത്തെ കണ്ണീർ കഥകളൊക്കെ, അതിലുമൊക്കെ പതുക്കെ നല്ല മനുഷ്യരായിട്ട് ഇപ്പോൾ ഒരു ജൂത ആയ ഇസ്രയേൽ കാരി അങ്ങനെയൊക്കെ കഥാപാത്രങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയിരുന്നു. ഈ കരാറൊപ്പ് വെക്കുന്നതിന് മുമ്പ് അവർ നന്മയുള്ളവരാണ്, അങ്ങനത്തെ ഒരു നഴ്സ് ആയ ഇങ്ങനത്തെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ ഹമാസ് ഇത് ചെയ്തത്. അപ്പോൾ ഹമാസ് ഇത് ചെയ്തതിൽ പൊതുവെ ഈ ബഹ്റൈൻ, സൗദി ഇങ്ങനത്തെ രാജ്യങ്ങൾക്കൊന്നും വലിയ അഭിപ്രായമില്ല ഹമാസ് ചെയ്തതിൽ. മര്യാദയ്ക്ക് കച്ചവടമൊക്കെ നടത്തി ജീവിക്കണം എന്നുള്ളതായിരുന്നു. ഇസ്രായേലിൻ്റെ സഹായമൊക്കെ വേണ്ടിയിരുന്നു, പരസ്പര സഹകരണം. അതുകൊണ്ട് ഇറാൻ്റെ കൂടെ അവരില്ല. ഇറാൻ്റെ കൂടെ ഉള്ളത് ആ കൂട്ടത്തിൽ ഖത്തർ മാത്രമാണ്. പിന്നെ തുർക്കി നാറ്റോയുടെ ഭാഗമാണ്. തുർക്കിയും എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ കൂടെ നിൽക്കണം എന്നാണ് തുർക്കി പറയുന്നത്. എന്ന് പറഞ്ഞാൽ എർദോഗൻ ഒരു ഖലീഫ ആകണം, സുൽത്താൻ ആകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം 13 കൊല്ലത്തിന് ശേഷം ഈജിപ്തുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്, സിറിയയുമായിട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അജണ്ട വേറെയാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ട ഇറാൻ്റെ കൂടെ നിൽക്കാനല്ലല്ലോ. കാരണം സുന്നി രാജ്യം ഒരിക്കലും ഒരു ഷിയ രാജ്യത്തിൻ്റെ കൂടെ. ഷിയ രാജ്യം എന്ന് പറഞ്ഞത് ഈ ഇറാൻ മാത്രമേ കാര്യമായിട്ടുള്ളൂ. പല സ്ഥലത്തും ഇപ്പോൾ സൗദിയിലും ഒക്കെ ഷിയാകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും പണ്ട് കൊണ്ടോട്ടിത്തങ്ങൾ മാപ്പിളലകളുടെ സമയത്ത് ഷിയ ആയിരുന്നു കൊണ്ടോട്ടിത്തങ്ങൾ. അദ്ദേഹം ബ്രിട്ടന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ അവർ തമ്മിൽ ക്യാപ്റ്റൻ മക്കൻറോയ് ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹവും കുതിരപ്പുറത്ത് സഞ്ചരിച്ച് പുറകിൽ വന്ന് അവർ തമ്മിൽ സംസാരിച്ച
ഡിസ്ക്രിപ്ഷനൊക്കെ ക്യാപ്റ്റൻ മെക്കൻറോയ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ പോയി. അങ്ങനെ ഒരു കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളും ഷിയ ആയിട്ടുണ്ട്. ഇപ്പോഴും മലബാറിൽ ഷിയ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. 33 പുസ്തകങ്ങളൊക്കെ ഇറക്കി ചെറിയ തോതിൽ. അവർ പക്ഷെ പരസ്യമായി രംഗത്ത് വരുന്നുണ്ടില്ല, സുന്നികളായിട്ട് തന്നെ ഭാവിച്ച് ഉള്ളിൽ നിന്നുള്ള നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഷിയകളുമായിട്ട് സുന്നികൾ ഒരിക്കലും ചേരില്ല. ആ ഭയത്തിന് അടിസ്ഥാനം ഇല്ല. ശരി, ഇപ്പോൾ ആത്യന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്തായാലും ഇറാനൊരു തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയവുമില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന അടി വളരെ ശക്തമായാൽ ഇറാൻ ഈ പറയുന്ന ആണവ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുമോ? നമുക്കൊരു അത് ഈ ആണവായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഈ ആഗോള സാഹചര്യത്തിലൊക്കെ വലിയ പ്രയാസമാണ്. ഇപ്പം റഷ്യ യുക്രൈനെടുത്ത് എതിരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇല്ല. പല രാജ്യങ്ങളും ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജപ്പാൻ ഏതാണ്ടൊക്കെ കീഴടങ്ങുന്ന അവസ്ഥയിലായപ്പോൾ നാഗസാക്കിലും ഹിരോഷിമയിലും അമേരിക്ക കൊണ്ട് ബോംബിട്ടതിൻ്റെ കെടുതികൾ തലമുറയായിട്ട് ജപ്പാൻ അനുഭവിക്കുന്നത് എല്ലാവരും കാണുന്നില്ലേ? മറ്റേ സോവിയറ്റ് യൂണിയനിൽ ആണെങ്കിൽ തന്നെ ചെർണോബിൽ ആക്സിഡൻറ്റ്, അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിട്ടില്ലേ? അതിഭീകരമായ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടിട്ടുണ്ട് ചെർണോബിലിൻ്റെ. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ശക്തി അണുബോംബ് പ്രയോഗിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു ഭ്രാന്തനായ ഭരണാധികാരിക്ക് എന്തുമാകാം എന്ന് മാത്രം പറയാം. അപ്പോൾ എന്തായാലും വിനാശകരമായ സംഭവങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.